ചിട്ടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചേർന്നു. ഈ ഒരു ചിട്ടിയിൽ നമുക്ക് ടാക്സേഷൻ എങ്ങനെയാണ് വരിക? 25 ലക്ഷത്തിന്റെ ചിട്ടിയായാലും 50 ലക്ഷത്തിന്റെ ആയാലും 1 കോടിയുടെ ആയാലും നമുക്ക് ചിട്ടി കിട്ടുമ്പോൾ അതിന് നമ്മൾ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഒരു 5 കോടി രൂപ ലോട്ടറി കിട്ടുന്ന ഒരു മനുഷ്യന് ശരിക്കും ഒറ്റ പ്രാവശ്യമാണോ ഈ ഗിഫ്റ്റ് ടാക്സ് എന്നുള്ള ലേബലിൽ പോകേണ്ടത്? അല്ല, എല്ലാ വർഷവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് ഒരു തുടർ നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും? ഒരു 50 ലക്ഷം രൂപ സർചാർജ് സെസ്സും 3 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് അടയ്ക്കാനുണ്ടായിരുന്നു. ശരി, ഇന്നത് പെനാൽറ്റിയും ഒക്കെ കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 1.5 കോടി രൂപയില്ല. അപ്പൊ അന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന് അത് പറയില്ല, അത് പറയുന്നില്ല. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. സുബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചിട്ടി റിലേറ്റഡ് ആയിട്ട് പല ആൾക്കാർക്കും ഇൻകം ടാക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ടാക്സേഷൻ എങ്ങനെയാണ്, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എൻക്വയറീസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് സുബിൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സമയം നമുക്ക് ഈ ഒരു ചാനലിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാം. വെൽക്കം ടു സുനിൽ സ്മാർട്ട്ലെസ് വ്ലോഗ്സ്. താങ്ക് യു സുനിൽ. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഇപ്പോൾ ചിട്ടി ഒരു വേറൊരു മേഖല തന്നെയാണല്ലോ. അപ്പൊ ഇതില് എല്ലാ ആൾക്കാർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻകം ടാക്സ് ഈ വിഷയം തന്നെ ആൾക്കാർക്ക് ഫസ്റ്റ് പേടിയാ. ഇൻകം ടാക്സ്, അയ്യോ പണിയാണല്ലോ അത്, ഒരുപാട് പ്രശ്നങ്ങളാണ് ഇൻകം ടാക്സ്. അത് സുനിൽ, അത് ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് വലിയ പ്രശ്നമാണ്, ഇൻകം ടാക്സ് ഇത്രയും കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഒരു തലവേദന പിടിച്ച സംഭവമാണോ? തലവേദന പിടിച്ച സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇൻകം ടാക്സ് തലവേദനയൊന്നുമല്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവാണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു തലവേദനയും ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ മറച്ചു വെച്ചിട്ട് ഫയൽ ചെയ്യുക. ശരിക്കും ഒരാളുടെ വരുമാനം നല്ല വരുമാനം ഉണ്ട്, അപ്പൊ അത് കാണിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ. എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് പല ആളുകളും വിചാരിക്കുന്നത് ഒരു പാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, ഇത് എടുത്താൽ എന്തോ ഇൻകം ടാക്സുകാർ പിടിക്കും, ഇങ്ങനെയൊക്കെയുള്ള ധാരണകളാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 50,000 രൂപയെക്കാട്ടും കൂടുതൽ നമുക്ക് ക്യാഷ് ആയിട്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു FD ക്രിയേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങിക്കണം, എന്തിന് ഒരു വണ്ടി കാർ വാങ്ങിക്കാൻ തന്നെ പാൻ കാർഡ് നിർബന്ധമാണ്. ഇതൊരു നമുക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. നമ്മളൊരു പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയാം ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗം തന്നെയാണ്. അതായത് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പേടിക്കേണ്ടത് ഒരുപാട് പൈസ ഇട്ട് ഒരുപാട് പൈസയുള്ള ആളുകള് അതൊക്കെ പൂത്തി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന, അതായത് തെറ്റായ ഒരു സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പേടിക്കേണ്ട കാര്യമുള്ളൂ. ശരി, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചിട്ടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചേർന്നു. ഈ ഒരു ചിട്ടിയിൽ നമുക്ക് ടാക്സേഷൻ എങ്ങനെയാണ് വരിക? അതായത് ചിട്ടി പേയ്മെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ ചിട്ടി വിളിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫൈനൽ പേയ്മെന്റ്, അതായത് മെച്യൂരിറ്റി എമൗണ്ട് റിലീസ് ചെയ്യുമ്പോഴോ എങ്ങനെയാണ് ഈ ഒരു ടാക്സേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അതില് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വരുമാനത്തിന് ഉള്ള ടാക്സ് ആണ്. ഇപ്പൊ ഞാൻ സുനിലിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. ശരി, 5 ലക്ഷം രൂപ എനിക്ക് സുനിൽ തന്നു. ഇപ്പൊ പലരും ചോദിക്കും, ഇതിന് ഞാൻ ടാക്സ് കൊടുക്കണോ? ഇത് ഞാൻ തിരിച്ചങ്ങോട്ട് തരേണ്ട പൈസയാണല്ലോ, ഇത് എന്റെ വരുമാനമല്ല. അപ്പൊ ചിട്ടിക്ക് ആക്ച്വലി 2 പാർട്ട് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, അതായത് നമ്മളൊരു ചിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കുറെ പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങോട്ട് വെക്കുന്നു, അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു. അതായത് ഒരു ലോൺ ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ ആ തിരിച്ചു കിട്ടുന്ന സമയത്ത് അതിന് ടാക്സ് ഇല്ല.
കാരണം നമ്മൾ അങ്ങോട്ട് വെച്ച പൈസയാണല്ലോ തിരിച്ച് കിട്ടിയേക്കുന്നത്. അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ മെച്യൂരിറ്റി പോലെ ഉള്ള ഒരു ആംഗിൾ, അത് ടാക്സ് ഇല്ല. അത് എത്ര എമൗണ്ട് ആണെങ്കിൽ പോലും, ഞാനിപ്പോ 50 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നു. അപ്പൊ ഞാൻ ഒരുപാട് ഇൻസ്റ്റാൾമെന്റുകൾ വെച്ച് അവസാനം 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 45 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വലിയ എമൗണ്ട് ഒക്കെ ചിട്ടി കിട്ടും, ഇതിന് ഞാൻ ടാക്സ് കൊടുക്കണം, എനിക്ക് 20 ലക്ഷം രൂപയുടെ ചിട്ടി കിട്ടി, ഇനി ഞാനിത് ഇൻകം ടാക്സിൽ കാണിക്കണോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ചിട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ വെച്ച പൈസ തിരിച്ചു കിട്ടുകയാണ് ചെയ്യണത് ആക്ച്വലി. ആ ഒരു സെനാരിയോ നോക്കുമ്പോൾ നമുക്ക് അതിൽ ടാക്സ് വരുന്നില്ല. അത് എത്ര എമൗണ്ട് ആണെങ്കിൽ പോലും, 25 ലക്ഷത്തിന്റെ ചിട്ടിയായാലും 50 ലക്ഷത്തിന്റെ ആയാലും 1 കോടിയുടെ ആയാലും നമുക്ക് ചിട്ടി കിട്ടുമ്പോൾ അതിന് നമ്മൾ ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ടാക്സ് വരുന്ന വേറൊരു സെനാരിയോ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ചിട്ടി കിട്ടി എന്ന് വിചാരിക്കും, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 25 ലക്ഷത്തിന്റെ ചിട്ടി കിട്ടി, നമ്മൾ അതവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അതെ. അപ്പൊ ആ ഇൻട്രസ്റ്റ്, അതായത് അത് നമ്മുടെ ഒരു വരുമാനമാണ്, പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ ഉണ്ട്, അതിന് കൂടാതെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, അല്ലാതെ പ്രിൻസിപ്പൽ എമൗണ്ട് ടാക്സബിൾ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 25 ലക്ഷം രൂപയുടെ ചിട്ടി വിളിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മളൊരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് 30 ലക്ഷം കിട്ടി വിത്ത് ഇൻട്രസ്റ്റ് അടക്കം. ശരി. അപ്പൊ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം ടാക്സബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നതാണല്ലോ. പക്ഷെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 25 ലക്ഷത്തിന് ടാക്സ് ലയബിലിറ്റി ഇല്ല. കാരണം അത് നമ്മുടെ ഒരു നമ്മൾ അങ്ങോട്ട് വെച്ച പൈസ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതില് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിട്ടി നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ ചിട്ടി താഴ്ത്തിയാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചില ചിട്ടികൾ 5 ലക്ഷം രൂപ താഴ്ത്തിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ആ കണക്ക് നോക്കുമ്പോൾ അത് ചിട്ടി നഷ്ടത്തിലല്ലേ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ടാക്സിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതിലൊരു മാറ്റർ ഉള്ളത് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് ആംഗിളിൽ കാണുമ്പോഴുണ്ടല്ലോ, അതിൽ ചെറിയൊരു അക്കൗണ്ടിങ്ങിന്റെ ഒരു കോംപ്ലിക്കേഷൻ വരും. ഫോർ എക്സാമ്പിൾ, അതായത് സാധാരണ നമ്മളൊരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലൊന്നും അത് നോക്കില്ല. പക്ഷെ നമ്മളൊരു ബിസിനസ്സുകാരൻ ഒരു ചിട്ടി ചേരാണ്, 50 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നു, ഇദ്ദേഹം 35 ലക്ഷം രൂപയ്ക്ക് വിളിക്കുമ്പോൾ ആക്ച്വലി ഇവിടെ 15 ലക്ഷം രൂപ നഷ്ടമാണ്. അപ്പൊ ആള് നോർമലി ആ 15 ലക്ഷം രൂപ നഷ്ടം അത് ഓപ്ഷൻ ഡിസ്കൗണ്ട്, ലോസ് ഓൺ ഓപ്ഷൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അക്കൗണ്ട് ചെയ്യാം. അപ്പൊ അതവിടെ നഷ്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോ നമ്മുടെ ബിസിനസ്സിൽ വേണമെങ്കിൽ ഒരു നഷ്ടം നമുക്ക് രേഖപ്പെടുത്താം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേറൊരു കാര്യമുള്ളത്, ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഓപ്ഷൻ ഡിസ്കൗണ്ട് ഇദ്ദേഹത്തിന് കിട്ടുമല്ലോ ഓരോ ഇൻസ്റ്റാൾമെന്റിലും. അപ്പൊ ആ കിട്ടുന്നത് ഇതായിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 15 ലക്ഷം രൂപ ഓപ്ഷൻ വിളിച്ചാലും ചിലപ്പോൾ ഒരു 7-8 ലക്ഷം രൂപ ഇയാൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഓവർ ദ പീരീഡ് ചിലപ്പോൾ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 7-8 ലക്ഷം രൂപ. അത് നമ്മൾ കാണിക്കേണ്ടി, അത് ഒരു ബിസിനസ് ആംഗിളിലൊക്കെയാണ് നമ്മൾ ആ ഒരു എടുക്കാറുള്ളൂ. മറ്റേന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാക്സ് ആയിട്ട് ആ ഒരു ഇഷ്യൂ അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വലിയ ചിട്ടികളിലാണ് ഈ ഒരു ഇത് വരുന്നത് കാര്യങ്ങൾ വരിക. പ്രത്യേകിച്ച് ബിസിനസ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പല ആളുകളും ചിലപ്പോൾ ചിട്ടികളൊക്കെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ഉണ്ടാവാം. ഇപ്പോ സാർ നേരത്തെ പറഞ്ഞു, നമ്മള് ആ ചിട്ടിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഈ ഇൻട്രസ്റ്റ് പല രീതിയിൽ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ എല്ലാ മാസവും അവര് ആ ചിട്ടിക്ക് തന്നെ വരവയ്ക്കും. ചിലവര് ആ ഇൻട്രസ്റ്റോട് വേറൊരു ചിട്ടി തുടങ്ങും. വേറെ ചിലവര് ആ ഇൻട്രസ്റ്റ് എല്ലാ മാസം വിഡ്രോ ചെയ്ത് പല പോർട്ട്ഫോളിയോയില് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ പല രീതിയിൽ ചെയ്യും. അപ്പൊ ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഇത് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് യാതൊരു റിലവൻസും ഇല്ല. ഇൻട്രസ്റ്റ് എത്രയാണോ നിങ്ങളത് വിഡ്രോ ചെയ്തോ, വേറെ ചിട്ടി തുടങ്ങിയോ, മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടോ, ഇതൊന്നും അവിടെ ചോദ്യമല്ല. എത്രയാണോ നമ്മുടെ ഇൻട്രസ്റ്റ്, 10,000 രൂപയാണ് 12,000 രൂപയാണ് നമ്മളുടെ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ വിഡ്രോ ചെയ്താലും മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാലും എന്ത് ചെയ്താലും ഈ 12,000 രൂപ നിങ്ങളുടെ വരുമാനമാണ്. അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയാണെങ്കിൽ 1.5 ലക്ഷം രൂപ നിങ്ങളുടെ വരുമാനമാണ്. നമ്മളത് ഇൻകം ടാക്സിൽ കാണിച്ച് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. അതായത് നമ്മൾ എത്രയാണെന്നുള്ളതല്ല, പക്ഷെ അതിനൊരു പരിധി ഉണ്ടോ? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. പരിധി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയറിൽ, ഈ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് വരുന്നില്ല, ഇൻകം ടാക്സ് വരുന്നില്ല. അപ്പൊ അതില് 12 ലക്ഷം രൂപ വരെ ടാക്സ് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതല്ല അതിന്റെ അർത്ഥം. അതായത് 4 ലക്ഷം വരെയാണ് അതിലൊരു ബേസിക് എക്സെപ്ഷൻ ലിമിറ്റ് ഉള്ളത്. അപ്പൊ നമ്മളുടെ വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്ന് വിചാരിക്കും. നമുക്കിപ്പോ ചിട്ടിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്,
ഒരു 1.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് മറ്റു വരുമാനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും, സാലറി ഉണ്ട്. അപ്പൊ ഈ ചിട്ടിയുടെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ മറ്റു ഇൻട്രസ്റ്റുകളും എല്ലാ വരുമാനങ്ങളും കൂടി കൂട്ടിയിട്ട് ഒരു 6 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം. ശരി. അപ്പൊ ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണം, ഈ ചിട്ടിയുടെ ഇൻട്രസ്റ്റും കാണിക്കും വേണം, ഇത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. പക്ഷെ ചിലപ്പോൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല, കാരണം 12 ലക്ഷത്തിലും താഴെയാണല്ലോ, അത് കാരണം ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. റിട്ടേൺ ഫയൽ ചെയ്യണം, 4 ലക്ഷം കടന്നാൽ. പക്ഷെ 12 ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് ഉണ്ട് അദ്ദേഹത്തിന്, അതിന് ടാക്സ് വരില്ല. ആക്ച്വലി ഒരു ടാക്സ് ഉണ്ട്, അത് റിബേറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അത് ശരി. അപ്പൊ അതൊരു ഈ ഇയർ തൊട്ട് 2025-26 തൊട്ട് കഴിഞ്ഞ വർഷം വരെയൊക്കെ 7 ലക്ഷം രൂപ വരെയായിരുന്നു അതിന്റെ ഒരു. ഇത്തവണ 5 ലക്ഷം കൂടെ കൂട്ടി 12 ലക്ഷം വരെ നമുക്ക് ടാക്സ് വരും. അതില് ഈ പറഞ്ഞ സാർ നേരത്തെ പറഞ്ഞ പോലെ അത് സാലറി ആവാം, റെന്റ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, വാട്ട് എവർ ഇൻകം ആണെങ്കിലും 12 lakhsന് തൊട്ട് താഴെ ടാക്സ് വരില്ല. ചെറിയ വേറെ കുറച്ച് കോംപ്ലിക്കേഷനുകൾ ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ ടാക്സ് ഇല്ല. പക്ഷെ ഇതല്ലാതെ മ്യൂച്വൽ ഫണ്ട് വിറ്റു, ഷെയർ വിറ്റു, ഇങ്ങനെയൊക്കെയുള്ള ക്യാപിറ്റൽ ഗെയിനുകൾ ഉണ്ടല്ലോ. നിങ്ങൾ സ്ഥലം വിറ്റു അല്ലെങ്കിൽ ഗോൾഡ് വിറ്റു, അപ്പൊ അവിടെ വരുന്ന വരുമാനം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എലമെന്റ് ഉണ്ടല്ലോ, ആ പെർട്ടിക്കുലർ സംഖ്യ, അതിന് ടാക്സ് അടയ്ക്കണം. അത് എത്ര ശതമാനമായിട്ട്? അതായത് അത് പല റേറ്റുകളുണ്ട്. അതായത് 12% ഉണ്ട്, 20% ഉണ്ട്, അതിന് പല റേറ്റുകളിലാണ് അതിന്റെ ടാക്സ്. നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു 12 ലക്ഷം അല്ലെ, ഒരു മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് ഇനഫ് ആൻഡ് മോർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. 12 lakhsന് താഴെ തന്നെ നിൽക്കുന്നുള്ളൂ. പിന്നെ വേറെ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ തന്നെ ക്ലയൻസ് ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹോം ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റില് ഭയങ്കര റിബേറ്റ് കിട്ടും, നമുക്ക് ടാക്സ് എക്സെപ്ഷൻ കൂടുതലാണ്, അപ്പൊ ചിട്ടി ആവുമ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോൺ കൂടുതൽ പല രീതിയിലുള്ളത് എടുക്കുകയാണ്, ചില ഇൻഷുറൻസ് എടുക്കുകയാണ്, അപ്പൊ അത് നമുക്ക് എക്സംഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇപ്പൊ ഈ 2025-26 സാറ് പറഞ്ഞു. അപ്പോ ഈ ഒരു ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു തെറ്റായിട്ട് തന്നെയല്ലേ വരിക? അതിലൊരു മേറ്റർ ഉള്ള ദിവസമില്ല. അതായത് നമുക്ക് മുൻപ് ഏകദേശം ഒരു 4-5 വർഷം മുൻപ് ഇൻകം ടാക്സിൽ ഒരൊറ്റ റെജീമേ ഉള്ളൂ. നമ്മൾ പറയുന്ന ഓൾഡ് റെജീം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് ഇൻകം ടാക്സിൽ വർഷങ്ങളായിട്ട് നമ്മളൊരു ഇൻകം ടാക്സിന്റെ ആംഗിളിൽ കാണുമ്പോൾ, ഒരു സാധാരണക്കാരനും കാണുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് സാധാരണ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്തൊക്കെ ചോദിക്കുക, നിങ്ങളുടെ ഹോം ലോൺ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തുണ്ടായിരുന്നു? ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. ശരി. അപ്പൊ ഇൻട്രസ്റ്റ്, ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപ കുറയ്ക്കാം, അപ്പൊ 6 ലക്ഷമായി. ഇനി ഹോം ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 1.5 ലക്ഷം രൂപ കുറയ്ക്കാം, അപ്പൊ വീണ്ടും കുറയ്ക്കുമ്പോൾ 4.5 ലക്ഷമായി. അല്ലെങ്കിൽ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോഴും പറ്റും, അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഈ ഓൾഡ് റെജീം എന്ന് പറയുന്നത്. ഈ ഓൾഡ് റെജീം ഇപ്പൊ പുതിയ ഒരു റെജീം വന്നപ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ റെജീം ഉണ്ട്, പുതിയ റെജീമിൽ ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒന്നും നടക്കില്ല. എത്രയാണ് വരുമാനം അതിന്റെ ടാക്സ് അടയ്ക്കാം. പക്ഷേ പുതിയ റെജീമാണ് നമ്മൾ ഒപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. അതായത് ഇപ്പോ ആ ഒരു ആസ്പെക്ട് ഇവിടെ ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതായത് ടാക്സ് റിബേറ്റ് കിട്ടാൻ വേണ്ടി ബാധ്യതപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇതുപോലെയുള്ള ഹൗസിംഗ് ലോൺ അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല, ആളുടെ വരുമാനം 12 ലക്ഷമാണെന്ന് വിചാരിക്കും. ശരി. സ്ട്രൈറ്റ് അവേ ആള് ടാക്സ് ഒന്നും വരുന്നില്ല. ഇനി ഇപ്പൊ ഹൗസിംഗ് ലോൺ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സർക്കസുകളൊക്കെ നടത്തി, അതായത് 12 ലക്ഷം വരുമാനമുള്ള ഒരാളാണ്, അദ്ദേഹം ഓൾഡ് റെജീം എടുക്കുകയാണെന്ന് വിചാരിക്കും. ശരി. ഇപ്പൊ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ടാക്സ് എക്സെപ്ഷന് വേണ്ടി ഹൗസിംഗ് ലോൺ എടുത്ത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്ത്, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത, അല്ലെങ്കിൽ ELSS മ്യൂച്വൽ ഫണ്ട് പല കാര്യങ്ങളിലൂടെ ഒക്കെ ചെയ്ത് വന്ന ആളുകൾക്ക് ഈ 12 ലക്ഷം വരുമാനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയെങ്കിലും ഇതുപോലെ ഡിഡക്ഷൻസ് വേണം, എന്നാലേ അദ്ദേഹത്തിന് 5 ലക്ഷത്തിലേക്ക് എത്തുള്ളൂ, ടാക്സ് ഇല്ലാതെ വരുള്ളൂ. അതായത് ഓൾഡ് റെജീമിന്റെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. നമുക്ക് കുറയ്ക്കാം, പൈസ കുറയ്ക്കാം. അപ്പൊ ഞാൻ ആലോചിക്കും, നമ്മള് സിമ്പിൾ ആയിട്ട് നോക്കുമ്പോ ആർക്കാണ് ബേസിക്കലി 7 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്? ഒരാൾക്കും അത്ര അധികം ഡിഡക്ഷൻ ഉണ്ടാവില്ല. ഇനി എന്തിനാണ് ഇത്ര അധികം സർക്കസ് കളിക്കേണ്ട ആവശ്യം? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ന്യൂ റെജീമിലേക്ക് അപ്ഡേറ്റ് ചെയ്തേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് മോർ ദാൻ 75-80, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 90% ആളുകളൊക്കെ ന്യൂ റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നത്.
ബാലൻസ് ആപ്പാടെ അധികം ഉണ്ടാവില്ലല്ലോ. ഈ ഫിനാൻഷ്യൽ ഇയറോട് കൂടി ഏകദേശം ഒരു 98% ആളുകൾ ന്യൂ റെജീം ആയിരിക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഈസിയാണ്. അതായത് ഇൻകം ടാക്സ് റിബേറ്റ് കിട്ടാൻ വേണ്ടി ആരും ലോൺ എടുക്കുകയോ ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യം ചെയ്താൽ മതി. അതായത് എനിക്ക് തോന്നുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നേരത്തെ സുനിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കറക്റ്റ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാം, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കുക. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ. അല്ലാതെ ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇനി അത് ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞൊരു മണ്ടത്തരാണ്. ഇപ്പൊ എന്തായാലും പാൻ കാർഡും ആധാറും ലിങ്ക്ഡ് ആയില്ലേ? ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പാൻ കാർഡ് ആയിട്ടില്ലേ? ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിലും ഓൾമോസ്റ്റ്, അതായത് ഇപ്പൊ നമുക്കൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പാൻ മാൻഡേറ്ററി ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ യങ് ജനറേഷൻ കുട്ടികളൊക്കെ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ അവരെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം, പാൻ മാൻഡേറ്ററി ആണ്. അപ്പൊ ഓൾമോസ്റ്റ് പറ്റില്ല. നമ്മളിപ്പോ ഒരു ഡ്രൈവിംഗ് 18 വയസ്സ് കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാൻ ഇല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യാനുള്ളത്. എനിക്കിനി രണ്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഫോറിൻ കറൻസി ഇൻകം ടാക്സിലാണോ വരിക അല്ല GST-യിലാണോ വരിക? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഫോറിൻ കറൻസി എന്ന് പറയുന്നത് GST-യും അല്ല ഇൻകം ടാക്സും അല്ല. ആക്ച്വലി ഫോറിൻ കറൻസി എന്താ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യല്ലേ, ഞാനിപ്പോ ദുബായിക്ക് പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് ദർഹത്തിലോ ഡോളറിലോ ആക്കണം. അതിന് ഒരു പരിധി ഉണ്ടോ? നമ്മളൊരു ഫോറിൻ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോറിൻ കറൻസി ബൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ കറൻസി ബൈ ചെയ്യേണ്ടി വരും. അപ്പൊ ബൈ ചെയ്യുന്ന സമയത്ത് ഇതൊരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. അതായത് ഇൻകം ടാക്സിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കീനായിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. സുനിൽ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയെന്ന് വിചാരിക്കും. ഒരു 30 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുള്ള പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടന്നുണ്ടെങ്കിൽ അത് ഒരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യും. അതൊരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. അതായത് അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ്, അതായത് ഫോറിൻ കറൻസി നമ്മൾ ബൈ ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് ട്രാൻസാക്ഷൻ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഫോറിൻ കറൻസി ബൈ ചെയ്യുന്നത് വൺ ഓഫ് ദ റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. ഇൻകം ടാക്സിന്റെ അടുത്തേക്ക് ഒരു ഇൻഫർമേഷൻ പോവും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അല്ലാതെ അതിന് ഇൻകം ടാക്സ് അടയ്ക്കണം എന്നൊന്നുമില്ല. അതിന് ലിമിറ്റ് എന്തെങ്കിലും സാർ? ഒരു വർഷത്തെ അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല. നമ്മൾ ഒരു ഫോറിൻ കറൻസി ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഇൻഫർമേഷൻ പോവും. അതേപോലെ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം 30 lakhs അല്ലെ? പിന്നെ വേറെ എന്താണ് ജനറൽ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോ FD ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ FD ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 lakhൽ മേലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതായത് ഇപ്പൊ പല ആളുകളും ചിലപ്പോ ഫിസിക്കൽ ക്യാഷ് ചിലപ്പോ 10 lakhs or more, 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നോട്ടീസ് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കൊണ്ട് 10 ലക്ഷം ഒന്നുമില്ല. നമ്മള് 50,000 രൂപ ഇട്ടു, കുറച്ചാൾ കഴിഞ്ഞ് ഒരു 2 ലക്ഷം ഇട്ടു. അതിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കും ഒരു സേവിങ്സ് അക്കൗണ്ടിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് വരും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം സാറിന്, പിന്നെ എന്താണ് ഈ ഫോം 15Gയും ഫോം 15H? 15G 15H എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ട്. ബേസിക്കലി പറയുന്നത് ഇപ്പൊ അത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ വരുമാനം. ഞാനൊരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, 10% ഇൻട്രസ്റ്റ് ഉണ്ട്. ശരി, 1 ലക്ഷം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ബാങ്ക് സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് തരുമ്പോ അതിനൊരു TDS പിടിക്കണം. ശരി, നമുക്കൊരു വരുമാനം തരാണല്ലോ, ഇൻട്രസ്റ്റ് തരാണല്ലോ. അപ്പൊ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, അതായത് ഞാൻ ടാക്സിന്റെ പരിധിയിൽ വരുന്നില്ല, ശരി, അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യരുത്, TDS പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കും. ആ ഡിക്ലറേഷൻ ആണ് ഈ ഫോം 15G 15H എന്ന് പറയുന്നത്. 15G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിലോ 60 ആണ്, സാധാരണ സിറ്റിസൺ ആണ്. ഇനി സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 15H. ഇതാണ് ഈ ഫോം. അതിന്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം, ഇതേ വ്യക്തി NRI ആണെങ്കിലോ?
NRI ആയിട്ടുള്ള ഒരാൾക്ക് 15G 15H കൊടുക്കാനായിട്ട് പറ്റില്ല. അതൊരു പണിയാണല്ലേ ശരിക്കും ചോദിച്ചേ, പക്ഷെ അത് ഇഷ്യൂ ആണല്ലേ. NRI ആയിട്ടുള്ള ഒരാൾക്ക് 15G 15H അപ്ലിക്കബിൾ അല്ല. റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് 15G. അപ്പൊ അവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യണോ? NRI ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് പേയ്മെന്റ് ടു NRI, എനിക്ക് തോന്നുന്നു KSF ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, നമുക്കിപ്പോ ഒരു NRO അക്കൗണ്ട് ഉണ്ടെന്ന് ചെയ്യാം. NRO അക്കൗണ്ട് ഉണ്ട്, 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും ഒരു വർഷം. അപ്പോൾ ആ ഇൻട്രസ്റ്റിന് 30% DDS പിടിക്കണം. എന്നിട്ട് ബാക്കി 70,000 രൂപ ആൾക്ക് കൊടുക്കുള്ളൂ. അതെയോ? NRI ആണെന്നുണ്ടെങ്കിൽ. അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ KSF ആയാലും അതുപോലെ തന്നെ ആ ഒരു ഫോളോ ചെയ്യുന്നത്. വെളിയിലുള്ള പ്രവാസി ചിട്ടിയിൽ സാറ് പറഞ്ഞതുണ്ട് അത് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ, പക്ഷെ നോർമൽ ചിട്ടിയിൽ അതില്ല. പക്ഷെ അത് നോർമൽ നമ്മുടെ അക്കൗണ്ടിലേക്കാ വിടുന്നത്, SB-യിലേക്കാ വിടുന്നത്. ഇൻകം ടാക്സിൽ ഒരു പ്രൊവിഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ പേയ്മെന്റ് ടു NRIs എന്ന് പറയുന്നത്, അതായത് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ പേയ്മെന്റ് കൊടുക്കുമ്പോഴും ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് പിടിക്കണം എന്നാണ്. ഇൻട്രസ്റ്റിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30% പിടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് റീഇംബേഴ്സ്മെന്റ് ഒന്നും ഇല്ല. അല്ല, റീഇംബേഴ്സ്മെന്റ് അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. NRI ആണെങ്കിൽ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടുന്ന ആൾക്ക് ഇവിടെ ടാക്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. റിട്ടേൺ ഫയൽ ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. സാർ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഫോം 15G, ഫോം 15H, ഇങ്ങനെ 2 ഫോംസ് ആണല്ലോ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. ശരിക്കും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 15G 15H എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഡിക്ലറേഷൻ ആണ്. അതായത് നമുക്കൊരാൾക്ക് ഇൻകം ടാക്സ് വരുന്നില്ല എന്ന് വിചാരിക്കും. ശരി, ആൾക്ക് ടാക്സ് ഒന്നും വരുന്നില്ല. ശരി, അപ്പോൾ നോർമലി നമുക്കൊരു ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് തരുമ്പോൾ അവിടെ സാധാരണ ഒരു TDS പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, അതായത് ബാങ്കോ അല്ലെങ്കിൽ ഇപ്പൊ KSF-യോ ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും TDS പിടിക്കും. അപ്പൊ ഈ TDS പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട്, അതായത് ഇദ്ദേഹം പറയാണ് എന്റെ വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണ്, എല്ലാ വരുമാനം കൂടി കൂട്ടിയിട്ട്. അപ്പൊ ഇതിന് ഞാൻ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ എനിക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ TDS പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ടല്ലോ. അതായത് എന്റെ വരുമാനം ടാക്സ് പരിധിക്ക് താഴെയാണ്, TDS പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ഫോം 15G 15H എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷൻ ആണ്, ഒരു സെൽഫ് ഡിക്ലറേഷൻ. അതിൽ 15G എന്ന് പറയുന്നത് ഒരു സീനിയർ സിറ്റിസൺ അല്ലാത്ത ആളുകൾ, അതായത് നോർമൽ സിറ്റിസൺസിനാണ് 15G അപ്ലിക്കബിൾ ആവുന്നത്. 15H എന്ന് പറയുന്നത് ഒരാൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 15H അവിടെ അപ്ലിക്കബിൾ ആയി. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ സെൽഫ് ഡിക്ലറേഷൻ ആണെന്ന് പറഞ്ഞേ, ഇതില് എന്തെങ്കിലും ഒരു പർപ്പസ്ഫുള്ളി ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ തെറ്റായ വിവരങ്ങളാണ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കില്ലേ? അത് തെറ്റായിട്ടുള്ള വിവരം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഇല്ല. അതെ, പക്ഷെ ഇപ്പൊ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15G കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ആണല്ലോ ഈ ഫിനാൻഷ്യൽ. അപ്പൊ നമ്മുടെ എല്ലാ വരുമാനവും കൂടി കൂട്ടിയിട്ട് 4 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലാണ് 15G കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ ഇത് വരുന്നുള്ളൂ, അപ്ലിക്കബിൾ ആവുള്ളൂ. അതല്ല നമ്മുടെ വരുമാനം അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ടാക്സ് വരുന്നില്ല. പക്ഷേ 8 ലക്ഷമാണ് വരുമാനം. അപ്പൊ ശരിക്കും ടാക്സ് വരുന്നില്ല അവിടെ. പക്ഷെ നമുക്ക് 15Gക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ TDS പിടിക്കാം. ബാങ്കോ അല്ലെങ്കിൽ NRIs, KSF ഒരു TDS പിടിക്കും. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് തിരിച്ചു റീഫണ്ട് നമുക്ക് ലഭിക്കും അല്ലെ. അപ്പൊ ശരിക്കും സെൽഫ് ഡിക്ലറേഷൻ ആണെങ്കിലും ഒരു സത്യസന്ധമായിട്ട് ചെയ്യണമെന്നതാണ് നല്ല കാര്യം, നല്ലത്. അതേപോലെ തന്നെ ഇപ്പോ എല്ലാം ഡിജിറ്റലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കുറവാണ് എല്ലാവരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 20,000 മുകളിലാണെങ്കിൽ ക്ലോസ്ഡ് ചെക്ക് വേണം എന്നൊക്കെയാണല്ലോ നിയമം. അപ്പൊ നമുക്ക് ഒരു വർഷം നമുക്ക് പരമാവധി എത്ര രൂപ ക്യാഷ് വിഡ്രോവലായിട്ട് ഒരു ഇൻഡിവിജ്വൽ എടുക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ SB എന്നാണ് ഞാൻ ചോദിക്കുന്നത്. SB അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എത്ര രൂപ വേണമെന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യാം. അങ്ങനെ ലിമിറ്റ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ 10 ലക്ഷം ഉണ്ട്, 10 ലക്ഷം വിഡ്രോ ചെയ്യാം. 50 ലക്ഷം ഉണ്ടെങ്കിൽ 50 ലക്ഷം, 2 കോടിയോ എത്ര രൂപ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ വിഡ്രോ ചെയ്തു എന്ന് വിചാരിക്കും ഒരു അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ഇൻകം ടാക്സ് നോട്ട് ചെയ്യും. അതായത് ഇദ്ദേഹം ഫോർ എക്സാമ്പിൾ 40 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു.
അപ്പൊ ഇദ്ദേഹം 40 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഉം. ഈ സെയിം പ്രിൻസിപ്പിൾ ഡെപ്പോസിറ്റിന് അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഉം. അതായത് 10 ലക്ഷം രൂപയെക്കോട്ട് കൂടുതൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ പലപ്പോഴായിട്ട് ഡെപ്പോസിറ്റ് ചെയ്താലും ഉം. ഇത് നോട്ട് ചെയ്യും, റിപ്പോർട്ടബിൾ ആണ് അത്. അത് ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, ആ. അതായത് വിഡ്രോവലും അല്ലെങ്കിൽ ഡെപ്പോസിറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാതെ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി ഒരു നോട്ടീസ് വരും. തീർച്ചയായും. പ്രത്യേകിച്ച് ഡെപ്പോസിറ്റിന്റെ കേസിൽ. ശരി. ഇപ്പോ വിഡ്രോവലിന്റെ കേസിൽ പിന്നെയും പല ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ സോഴ്സ് വന്നിരിക്കുന്നത്. സോഴ്സ് ഉണ്ടാവും. പക്ഷെ ഡെപ്പോസിറ്റിന്റെ കേസിൽ ഫിസിക്കൽ ക്യാഷ് ആയിട്ടാണല്ലോ ഡെപ്പോസിറ്റ് അതെ ചെയ്തത്. അതെ അതെ. ഇത് എവിടെ നിന്നാണ് ഈ പൈസ വന്നത് എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് സോഴ്സ് നമ്മൾ റിവീൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരാള് ഇപ്പൊ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഒക്കെ ചിലപ്പോൾ അങ്ങനെ നടക്കാറുണ്ട്. 1 കോടി രൂപയുടെ ഡീല് നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആധാരത്തിലൊക്കെ കാണിച്ചിരിക്കുന്നത് 40 ലക്ഷം രൂപ, ബാക്കി 60 ലക്ഷം രൂപ ചിലപ്പോൾ ക്യാഷ് ഒക്കെ ആയിട്ട് കൊടുക്കും. ഈ ക്യാഷ് കൊണ്ട് ഇവര് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? ഡെപ്പോസിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. കുറച്ച് നാളെയും ഇൻകം ടാക്സിന് നോട്ടീസ് വരും. പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ നടന്ന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് എത്ര ശതമാനമായിരിക്കും ടാക്സ്? നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു ആ സിനാറിയോ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതായത് ഇപ്പൊ 40 ലക്ഷം കാണിച്ചു 1 കോടിയുടെ, ബാക്കി 60 ലക്ഷമായിട്ട് വന്നു. ഇവരെങ്ങനെ അത് സോഴ്സ് കാണിക്കും? അപ്പൊ ഇതിൽ ഒരു മാറ്റർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതെ അതെ. അപ്പൊ ഇത് ഇവൻ ഒന്നുകിൽ ഇവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവന് വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. പക്ഷേ എന്റെ പ്രോപ്പർട്ടി വിറ്റേക്കുന്നത് 1 crore rupeesനാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു നിയമത്തിന്റെ കുറെ കോംപ്ലിക്കേഷൻസ് അവിടെ വരാം. കാരണം 2 ലക്ഷം രൂപയ്ക്കകത്ത് കൂടുതൽ ക്യാഷ് ആയിട്ട് വാങ്ങിക്കാൻ പാടില്ല. ഇനിയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസുകൾ ഉണ്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും എന്താണ് ഈ 60 lakhsന്റെ സോഴ്സ് എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് വരും. അതായത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മണിയാണ്, സോഴ്സ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ആ കേസിൽ ഒരു ഹെവി ടാക്സും പെനാൽറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. ചിലപ്പോൾ പല ഇതിലും 67% അല്ലാന്നുണ്ടെങ്കിൽ 80%, 75% ഒക്കെ ടാക്സ് വരും ഈ ഒരു എമൗണ്ടിന് തന്നെ. അതിന് ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോൾ 60 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ 60 അല്ലെങ്കിൽ 75 ലക്ഷം രൂപയൊക്കെ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ത്രൂ പോകുന്നതാണ് കുറച്ച് നമുക്ക് നമ്മളൊരു ഫണ്ട് അക്കൗണ്ടിൽ കൂടെ റൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക്. അല്ലാതെ നമ്മള് മാനുവൽ ആയിട്ട് പഴയ പോലെ നമ്മള് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ റിസ്ക് ആണ്. സാർ ഇനി എനിക്കൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ എല്ലാം യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ് അല്ലെ. ഇപ്പൊ വിദേശ യാത്രകൾ ഒരുപാട് പാക്കേജ് ആയിട്ട് ഒരുപാട് പാക്കേജസ് ഇപ്പൊ അവിടെ ആണല്ലോ. അപ്പൊ എന്റെ കൂടെ തന്നെ ഒരുപാട് പേര് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഇൻകം ടാക്സിൽ, അതായത് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിക്കവാറും നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ INR to USD ആണ് മിക്കവാറും. ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ അതാത് കറൻസികൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കറൻസി ആയിട്ട് വാങ്ങുന്നു. ചിലവര് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിപ്പോ ഡെബിറ്റ് കാർഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ആവാം, ഫോറസ്റ്റ് കാർഡ് ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരു ഇൻകം ടാക്സിന്റെ കീഴിൽ വരുമോ? കാരണം നമ്മളിപ്പോ ഫോറിൻ കറൻസി ചെയ്യുമ്പോൾ നമുക്ക് ആധാറും പാനും നിർബന്ധമാണ്. നമ്മളത് കൊടുത്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്ന് സാറിനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫോറിൻ കറൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ചില ട്രാൻസാക്ഷൻസ് കീൻലി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾ ഫോറിൻ കറൻസി ബൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് അത് വാച്ച് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ഒരാള് ഒരു 1 lakh രൂപയ്ക്ക് ഫോറിൻ കറൻസി വാങ്ങിച്ചിട്ടുണ്ട്. വേറെ റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഒരാൾ പ്രോപ്പർട്ടി 30 lakhsന് കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപയ്ക്കോട്ട് കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുണ്ടെങ്കിൽ, 10 ലക്ഷം രൂപയ്ക്കോട്ട് കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷനുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണ് ഈ ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫോറിൻ കറൻസി ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു റിപ്പോർട്ടബിൾ ട്രാൻസാക്ഷൻ ആണല്ലോ. അപ്പൊ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാതെ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, കറൻസി ചേഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതും റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ചെയ്യാവുന്ന കർഷകർ. പക്ഷെ അതിനൊരു ലിമിറ്റ്
ഒരു ഇയറിൽ ഇത്രയും അങ്ങനെ വെച്ചിട്ടില്ല. നമ്മൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഇപ്പൊ ഡെഫിനറ്റ്ലി എല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ട് ചെയ്യും. പിന്നെ ചില കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ബൾക്ക് എമൗണ്ട് നമ്മളൊരു 10 lakhs മേലെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു TCS അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോറിൻ കറൻസിയുടെ കേസിൽ ചിലപ്പോൾ നമ്മൾ ഫോറിൻ ട്രിപ്പ് ഒക്കെ പോവില്ലേ, അപ്പൊ ആ കേസിൽ നമുക്ക് പുറമേക്ക് ചിലപ്പോൾ പൈസ അയക്കുക, അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ എബവ് 10 lakhs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് അവിടെ ഒരു TCS അപ്ലിക്കബിൾ ആയിരിക്കും. TCS TCS അപ്ലിക്കബിൾ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ 20% ഒക്കെയാണ് TCS അപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ 20% കേസിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് തിരിച്ചു കിട്ടും, പൈസ തിരിച്ചു കിട്ടും. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ TDSO TCSO ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൂടി നമുക്ക് തിരിച്ചു കിട്ടും, റീഫണ്ട് ആയിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ഈസി ആയിട്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിരുന്നതായിരിക്കും നല്ലത്. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതും സിബിൽ സ്കോർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളോ? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമില്ല. ഇൻകം ടാക്സ് റിട്ടേണും സിബിലായിട്ട് അങ്ങനെ ഡയറക്റ്റ് ബന്ധമില്ല. സിബിലായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ലോൺ എടുത്തിട്ട് ലോണിന്റെ റീപേയ്മെന്റുകൾ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അത് മാത്രമേ സിബിലിന്റെ കീഴിൽ വരുന്നു. അതേപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ് ഫോം 15G ഫോം 15H എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ഇൻ കേസ് അതൊരു TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോം 15Gയോ Hോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഫയൽ ചെയ്താലേ ലഭിക്കുകയുള്ളൂ. അല്ല ഇപ്പൊ KSFയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റീഫണ്ട് KSF തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അങ്ങനെ വൺസ് TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ KSFന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ റീഫണ്ട് കിട്ടില്ല. നമ്മളത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, എന്നിട്ട് റീഫണ്ട് വാങ്ങിക്കാം. റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നമുക്ക് റീഫണ്ട് അപേക്ഷിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് മുന്നേ നമ്മൾ കണ്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു NRIക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? NRIനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാട്ടിൽ പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ NRIക്ക് പലപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യം വരാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ NRIs പലരും ചിലപ്പോൾ ഈ ഷെയർ ട്രേഡിങ്, അതായത് ഇപ്പൊ സിൻ ട്രേഡോ അല്ലെങ്കിൽ ലോങ് ടൈം ട്രേഡോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ NRIsന്റെ കേസിൽ മിക്കവാറും അതിന് TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അതല്ല TDS പിടിച്ചിട്ടില്ലെങ്കിൽ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവര് 1 rupee തൊട്ട് ടാക്സ് അടയ്ക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ലക്ഷം രൂപയുടെ എക്സെപ്ഷൻ അതൊന്നും കിട്ടില്ല. അതായത് ഇപ്പൊ ഒരാളുടെ വരുമാനം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സിൻ ട്രേഡിൽ കൂടെ ആൾക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടില്ല, 20% ടാക്സ് അടയ്ക്കണം. അപ്പൊ 20,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ NRIനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മള് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യണോ വേണ്ടിയോ തീരുമാനിക്കും. ഇപ്പൊ അദ്ദേഹം ഒരു ലാൻഡ് ഇവിടെ വാങ്ങിക്കുകയാണ്, പ്രൊസസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിലൂടെ റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, അത് അങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം, ടോട്ടൽ വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് റിട്ടേൺ ഫയൽ സെയിം സിനാരിയോ തന്നെ, പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം തന്നെ. അത് ഫയൽ ചെയ്യേണ്ട ഫോം ITR 2 എന്നുള്ള വേറൊരു ഫോമിലാണ് ഫയൽ ചെയ്യുന്നത്. പിന്നെ വേറൊരു കേസ് ഉള്ളതെന്ന് പറയുന്നത് പലപ്പോഴും NRI ആയിട്ടുള്ള ആളുകൾ, ഇവര് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അതായത് ഇവരൊക്കെ കാറൊക്കെ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ ഇവിടെ വേറെ ഒരു വരുമാനം ഉണ്ടാവില്ല. ഇവര് ഒരു 40 lakhsന്റെ കാർ വാങ്ങിച്ചു, അല്ലെങ്കിൽ 20 lakhsന്റെ കാർ വാങ്ങിച്ചു. അപ്പൊ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബവ് 10 lakhsന്റെ കാർ വാങ്ങിക്കുമ്പോൾ 1% TCS അപ്ലിക്കബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ 40 ലക്ഷത്തിന്റെ കാറാണെന്നുണ്ടെങ്കിൽ 40,000 രൂപ TCS അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ യാതൊരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ റിട്ടേൺ ഫയൽ ചെയ്ത ഈ 40,000 രൂപ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ലേ, ഇപ്പൊ ഫയൽ ചെയ്യേണ്ടവരാണെങ്കിൽ ഫയൽ ചെയ്യാൻ ഏറ്റവും എന്നുള്ളതാണ് നല്ലൊരു കാര്യം. ഇനി മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് യൂസ്ഡ് കാർ, അതായത് ഇപ്പൊ നമ്മള് പഴയ കാറുകൾ നോർമലായിട്ട് നമ്മൾ മാറ്റി വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം, അങ്ങനെ പല മേഖലകളുണ്ടല്ലോ. അവിടെ ഇപ്പൊ ഈ ഒരു സംഭവങ്ങൾ വരാം. ഇപ്പോ ചിലപ്പോൾ എല്ലാം അക്കൗണ്ടബിൾ ആവണമെന്നില്ല അല്ലെ. ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു മേജർ ആയിട്ടുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ എടുക്കും, അങ്ങനെ പല സാധ്യതകളുണ്ട്. അല്ലാതെ ഓപ്പൺ മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ടാക്സിന്റെ ഒരു പ്രശ്നം അവിടെ വരുമോ? ഇൻകം ടാക്സിന്റെ ഒരു പ്രശ്നം. എനിക്കിപ്പോ ഒരു കാറുണ്ട്, ആ കാറ് ഞാൻ കൊടുക്കുകയാണ്, അപ്പൊ ഞാൻ അവിടുന്ന് വേറെ കാറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെന്നില്ല, എനിക്ക് ആ കാറിന് 4 ലക്ഷം രൂപ കിട്ടി, അത് ഞാൻ
ബൈ ഹാൻഡ്, അതായത് ലിക്വിഡ് Cash ക്യാഷ് ആയിട്ട് വാങ്ങാൻ സാധിക്കുമോ, അല്ല അക്കൗണ്ട് ചെയ്തിട്ടാണോ വാങ്ങേണ്ടത്? ഇങ്ങനെയുള്ള ട്രാൻസാക്ഷന്റെ കേസിലെ ജനറലി ഇൻകം ടാക്സിന്റെ ഒരു ലിമിറ്റ് വരുന്നത് 2 lakhs rupees ആണ്. ഉം. അതായത് നമുക്ക് ഏതൊരു ട്രാൻസാക്ഷനും ഇത് കടം എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വേറെ ലിമിറ്റ് ഉണ്ട്, അത് 20,000 ആണ് അതിന്റെ അത് ലിമിറ്റ്. ശരി, ശരി. ഇനി കടം എടുക്കലല്ല, പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ അല്ല. ആ. കടം എടുക്കലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിക്കലും ആണെന്നുണ്ടെങ്കിൽ 20,000 രൂപയെക്കാട്ടും കൂടുതലാണെങ്കിൽ ആ. നമുക്ക് ക്യാഷ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. ഈ ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഉം. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഡ് കാർ, ആ. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ബാക്കി എന്ത് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 lakhs ആണ്. ഓ. അതായത് 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ബാങ്കിങ് ചാനലിലൂടെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ആണ് അതിന്റെ പെനാൽറ്റി വരുന്നത്. ഓ, അപ്പൊ അതായത് ഒരു 3 ലക്ഷം രൂപയാണെങ്കിൽ 3 ലക്ഷം രൂപയും പെനാൽറ്റി ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ, ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇൻകം ടാക്സ് ആരെ അറിയാം ഞാൻ ഈ കാർ വിറ്റിട്ട് കാശ് വാങ്ങിച്ചു എന്നുള്ളത്. അതെ. ഇങ്ങനെയൊക്കെയാണ് പറയാം. അതെ. പക്ഷെ ഇതില് എന്താ മാറ്റർ ഞാനിപ്പോ ഒരു റീസെന്റ് സെനാരിയോ പറയാം. അപ്പൊ നമുക്ക് ഒരു കക്ഷി ഇപ്പൊ എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2018 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് അപ്പൊ നോർമലി ചോദ്യം വരുമല്ലോ, എവിടെ നിന്നാണ് ഇയാളാണെങ്കിൽ NRI ആണ്. അപ്പൊ ഇതില് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പല സുഹൃത്തുക്കൾക്കും കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി. പിന്നെ ഒരു കാറും ഉണ്ടായിരുന്നു, വിറ്റു. അപ്പൊ നാട്ടിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ തിരിച്ച് എടുക്കുക. അപ്പൊ ഒരു 1-2 മാസമൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് കുറച്ച് ആൾക്കാരുടെ നിന്നൊക്കെ പൈസ കിട്ടി, ദെൻ കാറും വിറ്റു. ഈ പൈസ കൊണ്ട് ഇദ്ദേഹം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നോട്ടീസ് വന്നു. അത് ശരി. 2018 കഥയാണ്. ഇപ്പോഴൊക്കെയാണ് കുറച്ചാൾ മുമ്പ് നോട്ടീസ് ഒക്കെ വന്നത്. ശരി. അപ്പൊ നമ്മള് നോട്ടീസ് വരുമ്പോൾ നമ്മൾ പറയണ്ടേ ഇത് എവിടെ നിന്നാണെന്നുള്ളത്. അതെ, സോഴ്സ് പറയണ്ടേ. അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് കടം കൊടുത്ത പൈസയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിമിറ്റ് 20,000 ആണ് ഒരു പരമാവധി. ഈ കാറിന്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷമാണ്. നമുക്കിത് നമ്മളൊരു ട്രാപ്പിലായി പോണ അവസ്ഥ എന്ന് പറയില്ലേ. അതായത് നമ്മള് പലരും വിചാരിക്കും കാഷ്വൽ ആയിട്ട് ഇൻകം ടാക്സ് കാര്യം എങ്ങനെ അറിയില്ലെന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ബൾക്ക് എമൗണ്ട് ട്രാൻസാക്ഷൻ വരുമ്പോൾ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾക്ക് ഒരു ചോദ്യം വരാനും ആ ചോദ്യത്തിന് നമ്മൾ ന്യായമായിട്ടുള്ള മറുപടി കൊടുക്കാനും നമ്മള് ബാധ്യസ്ഥനാണ്. ഇല്ലാതെ നമ്മള് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും അറിഞ്ഞ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം അപ്പൊ ഇൻകം ടാക്സിന്റെ കണ്ണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് അവിടെ എത്തുന്നുണ്ട്. പിന്നെ ഇപ്പോ KSFE വിട്ട് ചോദിക്കുമ്പോൾ വേറൊരു ചോദ്യം, ലോട്ടറി ടിക്കറ്റ് ഞാനും എടുക്കാറുണ്ട്, എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ടാക്സ് ആണല്ലേ സാർ അതിൽ വരിക, അല്ല ശരിയല്ലേ? എന്താണ് അതിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങൾ? അതായത് ഇപ്പൊ ഒരു 5 കോടി രൂപ ലോട്ടറി കിട്ടുന്ന ഒരു മനുഷ്യന് ശരിക്കും ഒറ്റ പ്രാവശ്യമാണോ ഈ ഗിഫ്റ്റ് ടാക്സ് എന്നുള്ള ബില്ല് പോകേണ്ടത്, അല്ല എല്ലാ വർഷവും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? അതായത് ഒരു തുടർ നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ ശരിക്കും നമുക്ക് ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഗിഫ്റ്റ് ടാക്സ് വരുന്നത്. അപ്പം 30% ആണ് അതിന്റെ ടാക്സ് വരുന്നത്, 30%. അതായത് വിൻ ചെയ്ത എമൗണ്ട് അല്ലേ. ഇപ്പൊ 5 കോടിയാണെന്നുണ്ടെങ്കിൽ 1.5 കോടി രൂപ ടാക്സ് വരും. പിന്നെ അതിന് സർചാർജ്, സെസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വരും. അതിൽ ചിലപ്പോൾ 25% സർചാർജ് വരും, പിന്നെ 4% സെസ്, ഇങ്ങനെ വരും. ഈ 30% കൂടാതെ. അപ്പൊ ഇതൊക്കെ അടച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കൂ. അതായത് ഇപ്പൊ നമുക്ക് 5 കോടി കിട്ടി, അതിലൊരു 2 കോടി രൂപ സർചാർജും സെസ്സൊക്കെ ആയിട്ടൊക്കെ പോയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പൈസ നമ്മുടെ സ്വന്തമാണ്. 3 കോടി രൂപ നമ്മുടെ സ്വന്തമാണ്. അപ്പൊ ഈ 3 കോടി രൂപയ്ക്ക് ഇനി വേറെ ടാക്സ് ഇല്ല, കഴിഞ്ഞു, അവിടെ വെച്ചാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ നമ്മൾ നോർമലി എന്താ ചെയ്യുക, ഈ 3 കോടി രൂപ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ എവിടെയെങ്കിലുമൊക്കെ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് 3 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും, 10% ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ ഒരു വർഷം 30 ലക്ഷം രൂപ പലിശ കിട്ടിയില്ലേ. ഇനി ആ പലിശക്ക് വേറെ നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോ കൊടുക്കേണ്ടി വരും. അല്ലാതെ ആ 3 കോടി രൂപയ്ക്ക് ഇനി വേറെ ടാക്സ് ഒന്നുമില്ല. അതെല്ലാ കൊല്ലവും ഇനി 3 കോടി രൂപ അലമാരയിൽ എടുത്ത് വെച്ചേക്കാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കൊല്ലം മാത്രമേ ടാക്സ് ഉള്ളൂ, ബാക്കി കൊല്ലങ്ങളിൽ ടാക്സ് ഇല്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. നമ്മൾ എന്തായാലും അത് ഇൻവെസ്റ്റ് ചെയ്യും, നമുക്ക് ഇൻകം കിട്ടും. ഇതില് വേറൊരു സംഭവമാണ്. ഇതില് ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോഴും റീസെന്റ് ആയിട്ട് പറഞ്ഞുള്ളൊരു കാര്യമാണ്.
ഒരു പരിതാപകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇതിൽ 30% ഇൻകം ടാക്സ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 5 കോടി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കോടി രൂപ ഒരു TDS പിടിച്ചിട്ട് ബാക്കിയുള്ള 3.5 കോടി രൂപ കൊടുക്കും. അതെ. അപ്പൊ ഈ 3.5 കോടി രൂപയില് ബാക്കിയുള്ള സർചാർജ് സെസ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കുറച്ച് എമൗണ്ടും കൂടി ഉണ്ട്. ഇത് ഈ ലോട്ടറി കിട്ടിയ ആള് സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ ടാക്സ് അടച്ചിട്ട് ഫയൽ ചെയ്യണം. ശരി, ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതായത് സെസ്സും സർചാർജും ഇയാൾ അടയ്ക്കണം. ഈ കിട്ടി, അതായത് ഈ പൈസ ഇയാളുടെ കയ്യിലുണ്ട് 3 കോടി രൂപ, ഇതിന്റെ ഉള്ളിൽ നിന്നും സെസ്സും സർചാർജും അടയ്ക്കണം. 25, 30, 40 ലക്ഷം. അല്ലാതെ ഇത് ഡിഡക്റ്റ് ആവില്ല. ഇതാണ് ഒരു വലിയ ഒരു കോംപ്ലിക്കേഷൻ. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലോട്ടറി, ഇപ്പൊ സുനിലിന് അറിയാലോ, ലോട്ടറി എടുക്കുന്നത് വളരെ സാധാരണ ആളുകളാണ്. അതെ. അപ്പൊ ഇവർക്ക് ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഒരു അല്ലെങ്കിൽ ടാക്സേഷൻ സൈഡിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. തീർച്ചയായിട്ടും. അപ്പൊ നോർമലി ലോട്ടറി കിട്ടുന്ന ഒരാൾ എന്താ വിചാരിക്കുക, ഓക്കെ എനിക്ക് 5 കോടി കിട്ടി, പിടിക്കാനുള്ളതൊക്കെ പിടിച്ചു, ബാക്കി എനിക്ക് കിട്ടി, അതെ, ഇത് എന്റെ പൈസ, ഇതിൽ ഞാൻ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇവരിത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും. അവസാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊരു 2-3 വർഷം കഴിയുമ്പോഴായിരിക്കും ഇതിനെ പറ്റിയുള്ള അന്വേഷണമൊക്കെ നടക്കാം. ശരി. ഒരു 3 വർഷം കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു 50 ലക്ഷം ആണെന്ന് വിചാരിക്കും, സർചാർജും സെസ്സും ഉള്ളത്. 3 വർഷമൊക്കെ കഴിയുമ്പോൾ ഇവർ പറയും, ഓക്കെ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു 50 ലക്ഷം രൂപ സർചാർജും സെസ്സും 3 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് അടയ്ക്കാനുണ്ടായിരുന്നു. ശരി. ഇന്നത് പെനാൽറ്റിയും ഇതൊക്കെ കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 1.5 കോടി രൂപയുണ്ട്. അപ്പൊ നിങ്ങള് ഒരു നോട്ടീസ് അങ്ങോട്ട് വിടും, നിങ്ങൾക്ക് ഇന്ന വർഷം ലോട്ടറി കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതിന്റെ സർചാർജും സെസ്സും അടച്ചിട്ടില്ല, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന് അത് പറയില്ല, അത് പറയുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അതായത് ഇതിൽ എന്താ വെച്ചാൽ ഇൻകം ടാക്സിന്റെ പ്രൊവിഷനിൽ ഈ TDS പിടിക്കുന്നത് ഈ ടാക്സ് എമൗണ്ടിന് മാത്രമാണ്, സർചാർജിനും സെസ്സും TDS പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ റീസെന്റ് ഒരുപാട് ആളുകൾക്ക് ഈ നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. അതായത് 1 കോടി രൂപ ലോട്ടറി കിട്ടിയ ആളുകൾ, 50 ലക്ഷം കിട്ടിയ ആളുകൾ, ഈ ഓണം ബമ്പർ കിട്ടിയ ആളുകൾ, 8 കോടി കിട്ടിയ ആളുകൾ, 5 കോടി കിട്ടിയ ആളുകൾക്കൊക്കെ കണ്ണടച്ച് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ ഇതില് ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 50 ലക്ഷം 60 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ കിട്ടിയ ആളുകള് ഇപ്പൊ നമ്മൾ പലപ്പോഴും കേൾക്കും, ചായക്കടക്കാരൻ ലോട്ടറി കിട്ടി എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ 4 കൊല്ലം കഴിയുമ്പോൾ ഇവൻ വീണ്ടും ചായക്കട തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവനാണ് ഈ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ നോട്ടീസ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 5 കോടി അന്ന് കിട്ടിയ ആൾക്ക് 1.5 കോടി അടയ്ക്കണം എന്ന് പറഞ്ഞ നോട്ടീസ് വരുമ്പോൾ ഇവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും സാർ അത് അറിവില്ലായ്മയല്ലേ? ശരിക്കും പറഞ്ഞാൽ അറിയില്ലല്ലോ, അറിയാത്തൊരു കാര്യത്തിന്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ സാധ്യതയില്ല. അല്ല, അതിൽ സാധ്യത ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഒരു 2-3 സ്ഥലങ്ങളിലുള്ള പോരായ്മകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടില് ഇതും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. 30% മാത്രമല്ല, അതിന്റെ സർചാർജും സെസ്സും കൂടി ഈ കൊടുക്കുന്ന സമയത്ത് പിടിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ഇൻകം ടാക്സ് ആക്ടിൽ ഞാൻ പലപ്പോഴും ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാം, എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത്. ഞാൻ കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഈ ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെറുതെ എന്തിനാ അൺനെസസറി തലവേദനകൾ ഉണ്ടാക്കുന്നത്? ഇത് കൊടുക്കുന്ന സമയത്ത് പിടിച്ചാൽ അവനും ഹാപ്പി, നമ്മളും ഹാപ്പി, ഡിപ്പാർട്ട്മെന്റും ഹാപ്പി. പക്ഷെ ഇത് അപ്പൊ ഈ ഒരു സെക്ഷൻ അമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മേ ബി ഈ ബഡ്ജറ്റിൽ അമെൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അത് വലിയൊരു പ്രശ്നമായി മാറുകയാണ്. ഇനി അടുത്ത മാറ്റർ എന്ന് പറയുന്നത്, ഇത് ലോട്ടറി അടിക്കുന്നത് മുഴുവൻ ഈ കേരള ഗവൺമെന്റിന്റെ ലോട്ടറികളാണല്ലോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ ഇത് പറയാലോ, നിങ്ങൾക്ക് ഇത്രയാണ് പിടിച്ചേക്കുന്നത്, ഇത്ര പൈസ നിങ്ങൾ അടയ്ക്കാനുണ്ട് എന്ന് പറയാം. ഒരു അവയർനെസ് കൊടുക്കാം തീർച്ചയായിട്ടും. അപ്പൊ അത് രണ്ടാമത്തെ ഒരു കാരണം ഇതില് നമ്മള് ആരെയും മോശമായി പറയുന്ന കാര്യമല്ല. സാർ നേരത്തെ പറഞ്ഞു, അതായത് സാധാരണക്കാര് അല്ലെ, ഇപ്പോ പല ചെറിയ ചായക്കടകൾ അല്ലെങ്കിൽ ലോട്ടറി വിൽക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് എത്താത്ത ആൾക്കാർക്ക്, പല ആൾക്കാർക്ക് പക്ഷെ അവിടെയും ഈ ഒരു ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പലപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. ശരിയല്ലേ? അപ്പൊ അവർക്ക് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവരാ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ബാങ്കിൽ കൊണ്ടു കൊടുക്കുന്നു, കിട്ടിയ പൈസ വെച്ചിട്ട് ടാക്സ് ഒക്കെ പിടിച്ചു, ഇനി എല്ലാം കഴിഞ്ഞു. ചിലപ്പോ അവര് വേറെ ആരോടെങ്കിലും പറയും, ചിലപ്പോ കാർ എടുത്തു വന്നിരിക്കാം, ചിലപ്പോ ലാൻഡ് വാങ്ങിച്ചു വന്നിരിക്കാം. അങ്ങനെ പോയി ഒരു 3 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ നോട്ടീസ് വന്നുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി.
പക്ഷെ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു അത്രയും എക്സ്റ്റെൻസീവ്ലി അത്രയധികം നോട്ടീസുകളാണ്. പക്ഷെ അത് അടയ്ക്കേണ്ടി വരുമോ? അടയ്ക്കേണ്ടി വരും വെച്ച് കഴിഞ്ഞാൽ ലീഗലി നോക്കുകയാണെങ്കിൽ അടയ്ക്കേണ്ടി വരും. പക്ഷെ പലപ്പോഴും ഇവരുടെ കയ്യിലൊന്നും പൈസ ഇല്ല എന്നുള്ളതാണ് ഇതിലെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം. ശരിക്കും അപ്പൊ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത് കാര്യം അല്ലെ. ശരിക്കും ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ചെയ്യണമെന്നാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചിരുന്നപ്പോ സാറിനോട് എനിക്ക് മനസ്സിലായത്. അതായത് സോഴ്സ് മനസ്സിലാക്കാതെ നമ്മൾ ഇൻകം ടാക്സിനെ കൈകാര്യം ചെയ്താൽ അത് നാളെ ഒരു അപകടത്തിലേക്ക്, വലിയൊരു അപകടത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം സാർ, ഈ വെളിയിൽ നിന്ന് വരുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നിന്നാണ് കൂടുതൽ, അവർ ചിലപ്പോൾ 5-6 കൊല്ലം കഴിയുമ്പോൾ മതിയാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പൊ നോർമലി ഇപ്പോഴും ചില കമ്പനിക്കാര് പൈസ ആയിട്ടാണ് കൈ കൊടുക്കുക. ഗ്രാറ്റുവിറ്റി എന്നുള്ള എമൗണ്ട് വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും 2 ലക്ഷം രൂപയുടെ ഇന്ത്യൻ മണി കണസിലാവും. അപ്പൊ അത് ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് കറൻസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കറൻസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് അതിലൊരു എയർപോർട്ടിന്റെ കേസിൽ നമുക്കൊരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി. എബവ് $10,000 നമുക്ക് ഈക്വലന്റ് ആയിട്ട് $10,000 കൂടുതൽ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. അതാണ് ഇന്ത്യൻ നിയമം അല്ലെ? അത്രയും മാത്രമേ പ്രശ്നമല്ല. ഇനി അടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാള് എക്സിറ്റ്, അതായത് അദ്ദേഹം റിസൈൻ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ കഴിഞ്ഞൊരു 5-10 കൊല്ലം അദ്ദേഹം NRE സ്റ്റാറ്റസിലാണ്. NRI അക്കൗണ്ട് ഹോൾഡർ ആണ്. ട്രാൻസാക്ഷൻ മുഴുവനും അതിലൂടെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. NRO ഉണ്ടെങ്കിലും NRIയിൽ തീർച്ചയായിട്ടും ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലാസ്റ്റ് ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളെല്ലാം അതിലയക്കാനുള്ള ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അദ്ദേഹം തിരിച്ചു വരുന്നു, ഇനി നാട്ടിൽ നിന്ന് പോകുന്നില്ല, ഇവിടെ സെറ്റിൽ ചെയ്യാണ്. അപ്പൊ NRI സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ NRI അക്കൗണ്ട് എത്ര നാള് അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാം? അതില് ഇൻകം ടാക്സ് എന്തെങ്കിലും വരുമോ? ഈ ഗ്രാറ്റുവിറ്റി മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്താണല്ലോ. അപ്പോ അതിനെ കുറിച്ച് എന്താ സാർ? അതില് നമ്മൾ NRI ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആള് പെർമനന്റ് ആയിട്ട് അവസാനിപ്പിച്ച് പോരാണെന്ന് വിചാരിക്കും. അതായത് അവിടുത്തെ സ്റ്റാറ്റസ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് ടെക്നിക്കലി ആളുടെ NRE അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ആള് ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ ആൾ അവസാനിപ്പിച്ച് വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവരുടെ ഒക്കെ NRE FDകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 കോടി 3 കോടിയൊക്കെ NRE FDകൾ തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത FDകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെയൊക്കെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പൊ 2025 ആണ്, ചിലപ്പോൾ 2027-ലോ 28-ലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് NRE അക്കൗണ്ടിൽ NRE FD ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തത്. അതെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ, ഇദ്ദേഹം ഏപ്രിൽ മാസത്തിൽ വരികയാണ്. അതെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചു പോകണേ ഇല്ല. അപ്പൊ അതാണ് ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ബാങ്കിനെ ഇന്റിമേറ്റ് ചെയ്തിട്ട് ഈ NRE സ്റ്റാറ്റസിലുള്ള FDകൾ ഉണ്ടല്ലോ, ഇത് മുഴുവൻ സാധാരണ അക്കൗണ്ടുകളാക്കിയിട്ട്, സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ സാധാരണ FD അക്കൗണ്ടുകൾ ഉണ്ട്, സാധാരണ FD അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ് RBIയുടെ നിയമം പറഞ്ഞിരിക്കുന്നത്. അത് എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ അറ്റ് ദ ഏർലിയസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ NRI സ്റ്റാറ്റസ് ഉള്ള ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 182 days, അതായത് ഏകദേശം 6 മാസം. ചിലപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആള് മാറ്റി കഴിഞ്ഞിട്ട് ആൾക്ക് വീണ്ടും തിരിച്ചു പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ആള് ഒരു കൺവീനിയന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months ഉണ്ടല്ലോ. അപ്പൊ ഒരു 6 monthsനുള്ളിൽ ചിലപ്പോൾ ആള് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ആളെ അറിയാം. അപ്പൊ ഒരു 6 months, ഒരു സഫീഷ്യന്റ് ടൈം എന്ന് പറഞ്ഞ 6 monthsനുള്ളിൽ ഇദ്ദേഹം എന്ത് ചെയ്യുക, ഇദ്ദേഹം മാറ്റുന്നതായിരിക്കും നല്ലത്. ഇന്റിമേറ്റ് ചെയ്യുക, മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്റിമേറ്റ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അറ്റ് ഏർലിയസ്റ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പൊ ഈ NRIയിൽ കിടക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലാത്തൊരു സംഖ്യ ഉണ്ടാവും. അതായത് അത് NRIയിൽ ഏതായാലും NRI ആ സ്റ്റാറ്റസ് ഇല്ല, അത് ക്ലോസ് ആയി. കാരണം ആൾ NRI അല്ലല്ലോ. അതെ. അപ്പൊ ആ ഒരു ഫണ്ട് നാട്ടിലെ പൈസ ആയിട്ട് മാറും. സാധാരണ അപ്പൊ അതിന് ടാക്സ് വരും. അങ്ങനെ മാറുന്നതിന് ടാക്സ് ഇല്ല. പക്ഷെ ആ ഫണ്ട് അവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ NRI അക്കൗണ്ടിലുണ്ട്. അപ്പൊ അതിന് 10% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ NRI അക്കൗണ്ടിൽ എത്ര പൈസ കിടന്നാലും ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ലല്ലോ. പക്ഷെ ഇവിടെ ഇത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപയുടെ നാട്ടിലെ വരുമാനമായില്ലോ, അത് വരുമാനമായിട്ട് കൂട്ടി. അതായത് അദ്ദേഹം FD ഇട്ടാൽ അതല്ല ഫണ്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ വേറെ ടാക്സ് വരും. അപ്പൊ അത് ഉചിതം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ ബാങ്കിൽ ഇന്റിമേറ്റ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു നിയമം. അപ്പോൾ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. വീണ്ടും മറ്റൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇത്ര നേരം ഞാൻ സുബിൻ സാറായിട്ടാണ് സംസാരിച്ചത്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെ? തീർച്ചയായിട്ടും കുറെ നമുക്ക് കാര്യങ്ങൾ സാറ് വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു തന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ
നമുക്കറിയാണ്ട് അത് മറ്റൊരു പോഡ്കാസ്റ്റിലൂടെ നമുക്ക് കാണാം, കേൾക്കാം. കൂടാതെ സുബിൻ സാറിന്റെ ഒരു നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട്, മൈ CA എന്നാണ് പറയുന്നത്. ഉദ്ദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. കൺഗ്രാറ്റുലേഷൻസ് സാർ. അപ്പോൾ അതിനും സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ചാനലിന്റെ സാറിന് വന്ന് സംസാരിക്കാൻ സാറിന്റെ സമയം തന്നതിന് വളരെയധികം താങ്ക് യു. അപ്പോൾ മറ്റൊരു സുബിൻ സാറിന്റെ വീഡിയോ അധികം താമസിയാതെ നമുക്ക് പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഈ ചാനൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ വളരെ വിലപ്പെട്ട സജഷൻസും ഫീഡ്ബാക്കുകളും നമ്മളെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.